फ्रीडम फाइटिंग क्या अंग्रेजों के खिलाफ किया तो स्वतंत्रता आंदोलन है। उनके पहले जो आक्रांत थे उनके विरुद्ध के वो भी स्वतंत्रता आंदोलन ही था। राणा प्रताप ने जो किया वो भी स्वतंत्रता आंदोलन ही था। तो इसलिए हम इन्वेडर मानसिकता के लोग आज भी यदि है वो देश के लिए खतरा है। അധിനിവേശ മനോഭാവമുള്ള ആളുകൾ ഇന്ത്യക്ക് ഭീഷണിയാണെന്ന് RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളെ പറയുന്നു. മുഗൾ ചക്രവർത്തി ഔറംഗസേബിനെ പോലുള്ളവരെ മഹത്വവൽക്കരിക്കുന്നതിനെ അദ്ദേഹം ചോദ്യം ചെയ്തു. അതേസമയം സാമൂഹ്യ ഐക്യം വളർത്തിയ ഔറംഗസേബിന്റെ സഹോദരൻ ദാരാ ഷിക്കോവിനെ പോലുള്ള ഐക്കണുകൾ അവഗണിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അധിനിവേശ മനോഭാവമുള്ള ആളുകളുണ്ടെങ്കിൽ അവർ രാജ്യത്തിന് അപകടമാണ്. ഇന്ത്യ അതിനെ എതിർക്കുന്നവരോടല്ല, മറിച്ച് അതിൻ്റെ സാംസ്കാരിക ധാർമ്മികത ഉൾക്കൊള്ളുന്നവരോടൊപ്പമാണ് അണിനിരക്കേണ്ടത്. तो औरंगजेब के भारत में क्या हो गया है, औरंगजेब के भाई दारा शिको को आइकॉन नहीं बनाया। जिन लोगों ने गंगा जमुनी संस्कृति वगैरह कहते हैं उन्होंने कभी दारा शिको को सामने लाने का प्रयत्न किया नहीं। तो इसलिए मुद्दा यह है, भारत में क्या भारत के यहाँ के इथोस के विरुद्ध चले हुए व्यक्ति को उनके नाम से आइकॉन बनाकर चलना है, या भारत के यहाँ के मिट्टी, यहाँ के संस्कृति, यहाँ की परंपरा के साथ जो लोग रहे हैं उनको आइकॉन बनाना है, यह मुद्दा है. മത അധിഷ്ഠിത സംവരണം ഭരണഘടനാ വിരുദ്ധമാണ്. ഡോക്ടർ അംബേദ്കർ മുന്നോട്ട് വെച്ച തത്വങ്ങൾക്ക് അത് വിരുദ്ധമാണ്. മതാടിസ്ഥാനത്തിലുള്ള സംവരണം സാധ്യമല്ല. ഒരു മതത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മാത്രമേ സംവരണം അനുവദിക്കാവൂ. മതാടിസ്ഥാനത്തിലുള്ള കോട്ട നടപ്പിലാക്കുന്നവർ ഭരണഘടനാ ശില്പിക്ക് തന്നെ എതിരാണ്. ദൈനംദിന രാഷ്ട്രീയ സംവാദങ്ങൾ RSS ഏർപ്പെടുന്നേയില്ല. രാഷ്ട്രീയത്തിലുള്ളവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് എല്ലാ ദിവസവും പ്രസ്താവനകൾ നടത്താം. അത് അവരുടെ പ്രവർത്തനമാണ്. ഔദ്യോഗിക കരടോ പ്രസിദ്ധീകരിച്ച നിലപാടോ ഇല്ലാതെ സംഘത്തിന് രാഷ്ട്രീയ കാര്യങ്ങൾ അഭിപ്രായം പറയാൻ കഴിയില്ലെന്നും ദത്താത്രേയ ഹൊസബളെ പറഞ്ഞു. കഴിഞ്ഞ വർഷം അയോധ്യയിൽ നടന്ന രാമക്ഷേത്ര ഉദ്ഘാടനത്തെക്കുറിച്ച് സംസാരിച്ച ഹൊസബളെ അതിൻ്റെ ഉത്തരവാദിത്തം RSS അവകാശപ്പെടുന്നുവെന്ന സൂചനകൾ തള്ളിക്കളഞ്ഞു. അയോധ്യയിലെ രാമക്ഷേത്രം RSSൻ്റെ നേട്ടമല്ല, മറിച്ച് സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള വിജയമാണെന്ന് ദത്താത്രേയ പറഞ്ഞു.